السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، نحمده ونصلي على رسوله الكريم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. صدق الله مولانا العظيم. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, വിശിഷ്ടാതിഥികളെ, വിനീതനെ ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സർവേശ്വരനായ തമ്പുരാൻ നമ്മുടെ ഈ സംഗമത്തെ നന്മയുടെ സംഗമമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെയും നിങ്ങളുടെയും പുറത്തുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരുടെയും സന്മാർഗത്തിലേക്ക് വഴിയൊരുക്കുന്ന ഒരു നന്മയുടെ കാരണമാകുന്ന കൂട്ടായ്മയായി സർവേശ്വരൻ ഈ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകട്ടെ. പ്രതികൂലമെന്ന് തോന്നിപ്പിക്കപ്പെടുന്ന ഈ ഒരു കാലാവസ്ഥയിലും അതിനെയുമൊക്കെ അവഗണിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഇന്നിവിടെ ഈ ഒരു അങ്കണത്തിൽ ഒന്നു ചേർന്നതിൻ്റെ പിന്നിലുള്ള പരമപ്രധാനമായ ലക്ഷ്യം നമുക്ക് ഇഹലോക പരലോക വിജയം നേടിത്തരുന്ന സ്വർഗമെന്ന അനുഗ്രഹപൂരിതമായ ആ ഒരു വലിയ ലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന യഥാർത്ഥ ദൈവവിശ്വാസത്തിൻ്റെയും ജീവിത മോക്ഷത്തിൻ്റെ മാർഗത്തെയും കൃത്യമായി തിരിച്ചറിയുക എന്നത് തന്നെയാണ്. മനുഷ്യൻ ഒരുപാട് തിരക്കുകളിലാണ്. ആ തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ നമ്മിൽ പലരും അറിയാനും അന്വേഷിക്കാനും മറന്നുപോയ ഒരു മഹാസത്യമാണ് നാം ഏറ്റെടുക്കേണ്ടെന്ന നമ്മുടെ വിശ്വാസം. ആവശ്യങ്ങളുമായി കടകമ്പോളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നോ രണ്ടോ ദിർഹം അല്ലെങ്കിൽ റിയാല് മാത്രം വില വരുന്നതായ എന്തെങ്കിലും ഒരു ചെറിയ വസ്തുവകകൾ വാങ്ങുന്നതിന് പോലും നിരന്തര അന്വേഷണങ്ങളും ആലോചനകളും നമ്മൾ നടത്താറുണ്ട്. നമുക്കൊരു പേന വാങ്ങണമെങ്കിൽ പോലും ആ പേനയൊന്ന് വാങ്ങി അതിൻ്റെ പണം കൊടുത്ത് സ്വന്തമാക്കുന്നതിന് മുൻപ് ഒരു കാലിക്കടലാസിലൊന്ന് വരച്ചെങ്കിലും നോക്കി അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും നാം അതിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്കൊരു വസ്ത്രം വേണമെങ്കിൽ വസ്ത്രാലയങ്ങളിലേക്ക് പോയി ഒരുപാട് തുണിത്തരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എടുത്തിട്ട് അതിൽ നമുക്കിണങ്ങുന്ന നല്ല ഒരു നിറമുള്ളത് നോക്കി തിരഞ്ഞെടുത്ത് ആ തുണിയുടെ ക്വാളിറ്റി നോക്കി അതിൻ്റെ വില നോക്കി നമുക്കിണങ്ങുന്നതാണോ എന്ന് കൃത്യമായി അന്വേഷിച്ച് മാത്രമാണ് നാം അതിനെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പല വസ്തുക്കളെയും കാര്യങ്ങളെയും കൃത്യമായി അന്വേഷിച്ച് ആലോചിച്ച് മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ ഒരു ആലോചനയുടെ അന്വേഷണത്തിന്റെ മാർഗത്തിലേക്ക് കൃത്യമായി നാം കടന്നുപോയിട്ടുണ്ടോ? എന്നെ ശ്രമിക്കുന്ന എൻ്റെ അമുസ്ലിമുകളായ സഹോദരി സഹോദരന്മാർ കൂടി കൃത്യമായി ഒന്ന് അന്വേഷിക്കേണ്ടുന്നതുണ്ട്. മാതാപിതാക്കളിലൂടെ പാരമ്പര്യമായി കൈമാറി കിട്ടിയ ഒരു ഈശ്വര വിശ്വാസം എന്നതിനപ്പുറം ഒരാത്മീയ മാർഗം എന്നതിനപ്പുറം ഇത് സത്യമാണോ എന്ന് അന്വേഷിച്ചറിയേണ്ടുന്ന ഒരു ബാധ്യത, എന്റെ വിശ്വാസം ശരിയാണോ എന്ന് തുലനം ചെയ്ത് പഠനം നടത്തി നോക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും മേൽ കൃത്യമായി നാം നിറവേറ്റേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. നാം ഒന്ന് ചിന്തിക്കുവിൻ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് വരാൻ ഞങ്ങൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ വാഹനമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് എവിടെ നിന്നോ കുറെ ഇരുമ്പിന്റെ കഷണങ്ങൾ
അത് പറന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് കുന്നുകൂടി കിടക്കുകയാണ്. പെട്ടെന്ന് അതിൽ രൂപമാറ്റം ഉണ്ടാകുന്നു. അത് മറ്റു പല വാഹനങ്ങളുടെ കോലങ്ങളായി മാറുന്നു. അതിൽ എഞ്ചിൻ രൂപാന്തരപ്പെടുന്നുണ്ട്, അതിന്റെ സ്റ്റെയറിംഗ് വരുന്നുണ്ട്, അതിന്റെ ബ്രേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പല സാധന സാമഗ്രികളായി രൂപാന്തരപ്പെട്ട് ഒരു വാഹനം ഞങ്ങളുടെ മുന്നിൽ ഒരുങ്ങുകയാണ്. ഞങ്ങളൊന്നും അറിയാതെ അതിലേക്ക് കയറി. കൃത്യമായി അത് ഡ്രൈവ് ചെയ്യാൻ ഒരാൾ പോലുമില്ലാതെ ഈ സമ്മേളന നഗരിയിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. അങ്ങനെയാണ് ഞങ്ങളവിടെ നിൽക്കുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ എത്ര പേരുണ്ടാകും ഇതൊന്ന് അംഗീകരിക്കാൻ? എന്താണ് ഈ പറയുന്നത്? എവിടെ നിന്നോ ചില വസ്തുക്കൾ പറന്നു വന്നിട്ട് അതൊരു വാഹനമായി രൂപാന്തരപ്പെട്ടിട്ട് നിയന്ത്രിക്കാൻ ആരുമില്ലാതെ അതിവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ സാധ്യമാകുമോ? എങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കുവിൻ. ഈ സർവ അണ്ഡഘടാഹങ്ങളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും സമുദ്രങ്ങളും പർവ്വതങ്ങളും പക്ഷിപർവാദികളും മൃഗങ്ങളും മനുഷ്യരും ഉൾപ്പെടുന്ന ഈ ലോകം ഒരു സൃഷ്ടാവില്ലാതെ ഇതെങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്? നിയന്ത്രിക്കാൻ ഒരു വ്യക്തി, ഒരാളില്ലാതെ, ഒരു ശക്തിയില്ലാതെ എങ്ങനെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്, ചന്ദ്രൻ സഞ്ചരിക്കുന്നത്, ഭൂമി സഞ്ചരിക്കുന്നത്, ഗോളങ്ങൾ സഞ്ചരിക്കുന്നത്? കൃത്യമായി അന്വേഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സൃഷ്ടാവാരാണ്? നാം ആരാധിക്കേണ്ടുന്ന ആ മഹാശക്തി എന്താണ്? വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന ദൈവീക മാർഗം, സർവേശ്വരനായ തമ്പുരാന് പൊരുത്തപ്പെട്ട മാർഗം, അവന് കീഴടങ്ങപ്പെടുന്ന ആ ഒരു മാർഗം, അതിലേക്കാണ് ലോക സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. വിശുദ്ധമായ ഖുർആനിൽ ആ ഖുർആൻ ലോകമാനവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തുന്നു. ആരെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? ആരെയാണ് നിങ്ങൾ വണങ്ങേണ്ടുന്നത്? കണ്ണിൽ കണ്ടതിനെയാണോ നിങ്ങൾ ആരാധിക്കേണ്ടുന്നത്? നിങ്ങളുടെ കൈകൾ കൊണ്ട് വരച്ചുണ്ടാക്കിയ ഒരു ചിത്രത്തെ മുന്നിൽ വെച്ച് ആരാധിക്കേണ്ടവരാണോ നാം? നമ്മിൽ ആരൊക്കെയോ കൈകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തപ്പെട്ട വിഗ്രഹങ്ങളെയോ ബിംബങ്ങളെയോ കുരിശുകളെയോ അല്ലെങ്കിൽ മറ്റെന്തിനെയൊക്കെ നാം ആരാധിക്കേണ്ടുന്നതുണ്ടോ? അവിടെയാണ് സർവ്വലോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവീക ഗ്രന്ഥമായ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ സർവേശ്വരനിൽ നിന്നും അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ എന്ന ദൈവഗ്രന്ഥം മനുഷ്യ മക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. മാനവകുലത്തെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവീക ഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ. മുസ്ലിമുകളെ മാത്രമല്ല, നിസ്കരിക്കുന്നവരെയല്ല, നോമ്പ് പിടിക്കുന്നവരെയല്ല, ഹജ്ജ് ചെയ്യുന്നവരെയല്ല, തൊപ്പി ധരിച്ചവരെയല്ല, പിന്നെയോ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ. അത് മുസ്ലിമുകളായാലും ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും മതമില്ലാത്തവരായാലും ദൈവീക ഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആനിനോട് സർവേശ്വരനായ തമ്പുരാൻ അഭിസംബോധന ചെയ്യുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ആരെയാണ് നീ ആരാധിക്കേണ്ടുന്നത്? ഏതൊരു ഈശ്വരനെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടുന്നത്? ഏതൊരു ദൈവീക ശക്തിയുടെ മുന്നിലാണ് നീ കീഴടങ്ങേണ്ടുന്നത്? നീ ആരാധിക്കേണ്ടുന്നത് മുസ്ലിമുകളുടെ ദൈവമായ അല്ലാഹുവിനെയല്ല, നിസ്കരിക്കുന്നവരുടെ ദൈവമായ അല്ലാഹുവിനെയല്ല, പിന്നെയോ ഉഅ്ബുദൂ റബ്ബക്കും, നിന്റെ രക്ഷിതാവിനെ നീ ആരാധിക്കുക. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. ആരാണ് നിങ്ങളുടെ രക്ഷിതാവ്? അതിനെയാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്നത്. റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നിങ്ങളെ സർവേശ്വരനായ തമ്പുരാനെ കണ്ടെത്തുവാൻ ദൈവീക ഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ നമുക്ക് വഴി കാണിച്ചു തരികയാണ്. നിങ്ങളുടെ സൃഷ്ടാവായ നിങ്ങളുടെ തമ്പുരാൻ, നിങ്ങളുടെ മുൻഗാമികളായ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധ്യ
പുരുഷന്മാരാക്കി വെച്ചിരിക്കുന്ന, നിങ്ങൾ ദേവീദേവന്മാരായി അംഗീകരിക്കുന്ന നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പ്രകൃതിയിലൂടെ സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന പടച്ച തമ്പുരാൻ ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിത സൗകര്യത്തിന് വേണ്ടി ഒരു വിരിപ്പ് പോലെയാക്കി തന്ന, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നതായ ആ മഴയിലൂടെ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ചെടികൊടികൾ മുളപ്പിച്ചു തരുന്നതായ നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടെത്തിയിട്ട് ആ രക്ഷിതാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ദൈവീക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ഇവിടെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒരു ദൈവസങ്കല്പത്തെ തിരിച്ചറിയുന്നത്. നിങ്ങളെല്ലാവരും മുസ്ലിമുകളുടെ ദൈവത്തെ ആരാധിക്കാൻ, അങ്ങനെ ഒരു അല്ലാഹുവിനെ ആരാധിക്കുവാനല്ല. നിങ്ങൾ അന്വേഷിക്കുവിൻ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ ആ രക്ഷിതാവ്, ആ സൃഷ്ടാവ് ആരായിരിക്കും? നാം പരിപാലിക്കുന്ന, നാം ഭക്ഷണം കൊടുത്തു വളർത്തുന്ന മൃഗങ്ങളെയാണോ നാം ആരാധിക്കേണ്ടുന്നത്? നമുക്ക് തല്ലിക്കൊല്ലാൻ കഴിയുന്ന ഇഴജന്തുക്കളെയാണോ നാം ആരാധിക്കേണ്ടത്? നാം കൈകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ നമ്മളിൽ ഒരുവന് എങ്ങനെ വേണമെങ്കിലും ആക്കാൻ കഴിയുന്ന ബിംബങ്ങളെയും ശില്പങ്ങളെയുമാണോ നാം ആരാധിക്കേണ്ടത്? നമ്മുടെ സൃഷ്ടാവിനെ, നമ്മെ സൃഷ്ടിച്ചവനെ കൃത്യമായി കണ്ടെത്തുവാനുള്ള അന്വേഷണമാണ് മനുഷ്യരിൽ നിന്നും ഉണ്ടാകേണ്ടുന്നത് എന്ന ദൈവിക ഗ്രന്ഥം, ആ ദൈവത്തെ കണ്ടെത്തുവാൻ സർവേശ്വരനായ തമ്പുരാൻ തന്നെ നമ്മളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ്. നാം ഇന്ന് ആരാധിക്കുന്നത് ആരെയാണ്? ആരുടെ മുമ്പിലാണ് കീഴൊതുങ്ങുന്നത്? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആ ദൈവം തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ മനുഷ്യരെ മനുഷ്യരെ, മനുഷ്യരോട് സംവദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ ഒരിക്കലും മുസ്ലിമുകൾക്ക് മാത്രമുള്ള ഒരു ദൈവിക ഗ്രന്ഥമല്ല. മുസ്ലിമിന് മാത്രം പാരായണം ചെയ്യാനുള്ള, മുസ്ലിമിന് മാത്രം പഠനം നടത്താനുള്ള, മുസ്ലിമിന്റെ വീട്ടിൽ മാത്രം സൂക്ഷിക്കാനുള്ള, മുസ്ലിമുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആനിനെ സർവേശ്വരനായ തമ്പുരാൻ തന്നെ പരിചയപ്പെടുത്തിയത് ഹുദല്ലിന്നാസ്, സർവ്വജനങ്ങൾക്കും സന്മാർഗമാണ് ഖുർആൻ. ജനങ്ങൾക്കുള്ളതാണ് ഖുർആൻ, ജനങ്ങൾക്കുള്ളതാണ് ഖുർആൻ. ആ ഖുർആൻ മനുഷ്യ മക്കളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഊ ലഹു, നിങ്ങളുടെ മുമ്പിൽ ഒരു ഉദാഹരണം, ഒരു ഉപമ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. എന്നിട്ട് ആ ദൈവം തമ്പുരാൻ തന്നെ നമ്മുടെ മുന്നിൽ കൃത്യമായ സൃഷ്ടാവിനെ കണ്ടെത്തുവാനുള്ള ഒരു മാർഗത്തെയും, നാം കണ്ടെത്തിയ ദൈവങ്ങൾ അബദ്ധമാണോ എന്ന് കണ്ടെത്തുവാനുള്ള ഒരു തിരിച്ചറിവിനെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, നിങ്ങളുടെ യഥാർത്ഥ സംരക്ഷകനായ സൃഷ്ടാവായ പടച്ചവനെ, അല്ലാഹുവിനെ മാറ്റി നിർത്തി നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളുണ്ടല്ലോ, ഒരീച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തതല്ലേ അതൊക്കെയും? ഒരീച്ചയെ പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവർ എങ്ങനെയാണ് നമ്മെ സൃഷ്ടിക്കുന്നത്? ഈ ദൈവങ്ങളൊക്കെയും ഒന്നു ചേർന്നാൽ, 33 കോടി ദൈവങ്ങൾ ഒന്നു ചേർന്നാലും ഒരീച്ചയെ പോലും സൃഷ്ടിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ദൈവങ്ങളാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ? നിങ്ങൾ കരുതുകയാണോ? എന്ന് മാത്രമല്ല, വീണ്ടും ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നു, നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുവിൻ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുവിൻ. നിങ്ങളുടെ ഈ ദൈവങ്ങളുടെ മുന്നിൽ നിങ്ങൾ അർപ്പിക്കുന്ന നിവേദ്യങ്ങൾ, അതിന്റെ മുകളിൽ ഒരു ഈച്ച വന്നിരുന്നാൽ, ഒരു ഈച്ച അതിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ, നിസാര പ്രാണിയായ ഒരു ഈച്ചയെ പോലും മുന്നിൽ നിന്ന് തട്ടി മാറ്റാൻ കൽപ്പില്ലാത്ത ദൈവങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ അന്വേഷണമാണ് മനുഷ്യരിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഈ ഒരു ആലോചനയാണ് മനുഷ്യരിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഈ ഒരു ദൈവസങ്കല്പത്തിലേക്കാണ് മനുഷ്യർ കടന്നെത്തേണ്ടത്. ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്റെ ദൈവം, ദീനുൽ ഇസ്ലാം എന്ന വിമോചനത്തിന്റെ മാർഗം, ഇസ്ലാം എന്ന പേര് പറയപ്പെടുന്ന ഈ വിമോചനത്തിന്റെ മാർഗം, ആ യഥാർത്ഥ പടച്ച തമ്പുരാനിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരാരാധ്യനില്ല.
അവനല്ലാതെ ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ടതില്ല, അവനല്ലാതെ നേർച്ച നിവേദ്യങ്ങൾ അർപ്പിക്കപ്പെടേണ്ടതില്ല, അവനോടല്ലാതെ പ്രാർത്ഥിക്കപ്പെടേണ്ടതില്ല എന്ന പരമസത്യത്തെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. ആ ദൈവം, ആ അല്ലാഹു നിങ്ങളുടെ സമീപസ്ഥനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, സൃഷ്ടാവിനെ അന്വേഷിക്കുന്നവർക്ക് ആ ദൈവമായ പടച്ച തമ്പുരാൻ തന്നെ അവരോട് പറയുന്ന മറുപടി എന്താ? പ്രവാചകരുടെ സവിധത്തിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പ്രവാചക പുങ്കവരെ, എന്റെ സൃഷ്ടാവ് എവിടെയാ? പ്രവാചക പുങ്കവരെ, എന്നെ സൃഷ്ടിച്ച പടച്ചവൻ എവിടെയാണ്? എന്റെ സൃഷ്ടാവ് എവിടെയാണ്? എന്റെ അടുത്താണ് സൃഷ്ടാവുള്ളതെങ്കിൽ എനിക്ക് അവനോട് പതുക്കെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാം. അതല്ല, എന്റെ സൃഷ്ടാവ് വളരെ വിദൂരങ്ങളിലാണെങ്കിൽ അവനെ ഉറക്കെ വിളിച്ചുകൊണ്ട് എനിക്ക് അഭിസംബോധന ചെയ്യാം. പ്രവാചകന്റെ സമക്ഷത്തിൽ സൃഷ്ടാവിനെ അറിയാൻ വേണ്ടി കടന്നു വന്ന ഒരു അടിമ പടച്ച തമ്പുരാൻ ഇടപെടുകയാണ്. ഉടൻ തന്നെ മാലാഖയായ ജിബ്രീലിനെ പറഞ്ഞു വിടുകയാണ് പ്രവാചകന്റെ അടുക്കലേക്ക്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി. ഏ പ്രവാചകരെ, ഇദാ സഅലക ഇബാദി അന്നീ, താങ്കളുടെ അടുക്കലേക്ക് ഞാനാകുന്ന സൃഷ്ടാവിനെ പറ്റി അന്വേഷിച്ചറിയാൻ ആരെങ്കിലും താങ്കളുടെ സമക്ഷത്തിലേക്ക് വന്നാൽ, ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ചാൽ, ഞാൻ എവിടെയുണ്ടെന്ന് അവര് താങ്കളോട് ചോദിച്ചറിഞ്ഞാൽ, താങ്കൾ അവരോട് പറയേണ്ടെന്ന ഒരേ ഒരു മറുപടി എന്താ? ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. കറുത്തവനായാലും വെളുത്തവനായാലും പണ്ഡിതനായാലും പാമരനായാലും സമ്പന്നനായാലും ദരിദ്രനാരായണനായാലും അറബിയായാലും അനറബിയായാലും തന്റെ ദൈവത്തെ കണ്ടെത്താൻ കൊതിക്കുന്നവരാരോ, തന്റെ സൃഷ്ടാവിനെ അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരാരോ, ആ സൃഷ്ടാവിന്റെ തന്നെ മറുപടിയാണ് ഫഇന്നീ ഖരീബ്, ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്. മനുഷ്യ ശരീരത്തിന്റെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ കണ്ടമാടിയേക്കാൾ അവരുടെ തൊട്ടടുത്ത് തന്നെയാണുണ്ടെന്ന് സർവേശ്വരനായ തമ്പുരാന്റെ പ്രഖ്യാപനമാ. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സർവ സംരക്ഷകനായ സൃഷ്ടാവായ തമ്പുരാൻ, ആ തമ്പുരാനെ കണ്ടെത്താൻ ഒരു പള്ളിക്കുള്ളിലേക്ക് പോകണമെന്നില്ല. ആ തമ്പുരാനെ കണ്ടെത്താൻ ഒരു ചർച്ചിനുള്ളിലേക്ക് പോകണമെന്നില്ല. ആ തമ്പുരാനോട് നമ്മുടെ പരിവേദനകളും നമ്മുടെ വിഷമങ്ങളും പറയാൻ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകണമെന്നില്ല. ആ ദൈവത്തെ നിങ്ങളൊന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവമാണ് പറയുന്നത് ഫഇന്നീ ഖരീബ്, എന്റെ ഒരു ദാസൻ, എന്റെ ഒരു ദാസി, എന്റെ ഒരു അടിമ എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനറിയണം, അവളറിയണം ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. ഈ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളാണ് നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത്. ഈ ദൈവത്തെ പരിചയപ്പെടുത്താനല്ല, ഈ ദൈവം ഏകനാണെന്ന് പരിചയപ്പെടുത്തുവാനാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നത്. ഈസാ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. യേശു വന്നത്, ഈസാ പ്രവാചകൻ വന്നത് ആരാധ്യൻ ഒരുവനെന്ന് പരിചയപ്പെടുത്താൻ. മോശ പ്രവാചകൻ വന്നത്, അബ്രഹാം പ്രവാചകൻ വന്നത്, പല പ്രവാചകന്മാരും ഈ ലോകത്ത് വന്നത് ആ ആരാധ്യൻ ഏകനെന്ന് പരിചയപ്പെടുത്താനാണ്. അതിനപ്പുറം മറ്റൊരു വ്യക്തിയെ, മറ്റൊരു ശക്തിയെ, മറ്റൊരു മഹാത്മാവിനെ നിങ്ങൾ ആരാധിക്കുവാൻ പാടില്ല, തലകുമ്പിടാൻ പാടില്ല. നിങ്ങൾ അവരോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പാടില്ല. പ്രവാചകരുടെ ജീവിതത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു പോവുകയാണ്. പ്രവാചകരുടെ ജീവിതത്തിൽ വളരെയേറെ വേദന തോന്നിയ നിമിഷം, അവിടുന്ന് കണ്ണീരൊഴുക്കിയ നിമിഷം, അവിടുന്ന് വിതുമ്പി കരഞ്ഞുപോയ നിമിഷം, പ്രവാചകരെ എങ്ങനെയും വേദനിപ്പിക്കാൻ, മാനസിക ശാരീരിക വേദനകൾ പ്രവാചകർക്ക് കൊടുക്കാൻ കാത്തിരിക്കുന്നതായ വിരോധികൾക്കൊരവസരമാണ്. അവരുടെ പ്രവാചകരെ ആക്ഷേപിക്കുകയാണ്, അധിക്ഷേപിക്കുകയാണ്, അവിടുത്തെ മനസ്സിന്റെ മുറിവ് കൂട്ടുകയാണ്. മുഹമ്മദേ, നിനക്ക് പറയാൻ ഒരു അനന്തരാവകാശിയില്ലല്ലോ, നിന്റെ മകൻ മരണപ്പെട്ടു പോയല്ലോ. വേദനിക്കുന്ന മനസ്സോടെ കഴിഞ്ഞുകൂടുന്ന പ്രവാചകർ, എന്നാൽ അന്തരീക്ഷം മുഴുവനും മാറ്റിമറിക്കപ്പെടുന്നു.
പട്ടാപ്പകൽ ഇരുള് വന്ന് മൂടുകയാണ്. എല്ലാവരും അത്ഭുത പരതന്ത്രരായി. പ്രവാചകർ പള്ളിക്കുള്ളിലേക്ക് പോയിട്ടുണ്ട്. പുണ്യപ്രവാചകരെ വേദനിപ്പിച്ച ശത്രുക്കളോട് ആരോ ചിലർ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദിനെ നിങ്ങൾ വേദനിപ്പിച്ചത് കൊണ്ട് സൂര്യൻ കോപിച്ചിരിക്കുകയാണ്, പ്രകൃതി കോപിച്ചിരിക്കുകയാണ്. മുഹമ്മദിന്റെ മകൻ മരണപ്പെട്ടത് കൊണ്ട് പ്രകൃതിക്ക് തന്നെ മാറ്റവും വ്യത്യാസവും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പോകണം, മുഹമ്മദിനോട് മാപ്പ് ചോദിക്കണം. മുഹമ്മദിനെ വിഷമിപ്പിച്ച നിങ്ങൾ മുഹമ്മദിന് സന്തോഷവും സമാധാനവും കൊടുക്കണം. അല്പം മുൻപ് പുണ്യപ്രവാചകരെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ച ശത്രുക്കൾ, ദ്രോഹികൾ പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് പൊരുത്തം നേടുവാനും മാപ്പപേക്ഷിക്കുവാനും കടന്നു വരുമ്പോൾ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ പ്രവാചകർ, സമൂഹത്തിന്റെ സമുദായത്തിന്റെ വിശ്വാസം ഒരു വ്യക്തിയിലേക്ക് മാറിപ്പോകരുത് എന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകർ തന്റെ മുന്നിലേക്ക് വന്ന ശത്രുക്കളെ ഉൾപ്പെടെ പിടിച്ചിരുത്തി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സൂര്യനായാലും ചന്ദ്രനായാലും അത് സർവലോക സംരക്ഷകനായ അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ആരെങ്കിലും ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ അവയ്ക്കൊന്നും ഗ്രഹണം ബാധിക്കുന്നതല്ല. എന്റെ മകൻ മരണപ്പെട്ടത് കൊണ്ടല്ല, എന്റെ മനസ്സ് വിഷമിച്ചത് കൊണ്ടല്ല സൂര്യചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്നത്. അത് സർവലോക സംരക്ഷകന്റെ കയ്യിലുള്ള നിയന്ത്രണാധികാരം ഉപയോഗിച്ച് അവൻ നടപ്പിലാക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രകൃതിയിലെ അത്ഭുതകരമായ ചില പ്രതിഭാസങ്ങൾ കണ്ടാൽ, നിങ്ങൾ ഈ പ്രകൃതിയെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിലേക്ക് മാത്രം മടങ്ങണമെന്ന് പഠിപ്പിച്ച് വ്യക്തികളെയല്ല ശക്തികളെയല്ല ആരാധിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ച പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹോദരങ്ങളെ, ആ പ്രവാചകരെ അംഗീകരിച്ചുകൊണ്ട്, ആ പ്രവാചകർ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയ ആ സത്യമാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ടൊരു ജീവിതം, ആ പ്രവാചകർ പരസ്പരമുള്ള കടമകൾ പഠിപ്പിച്ച പ്രവാചകരാണ്. ഭാര്യയോടെങ്ങനെ പെരുമാറണം, മാതാവിനോടെങ്ങനെ പെരുമാറണം, പിതാവിനോടെങ്ങനെ പെരുമാറണം, മക്കളോടെങ്ങനെ പെരുമാറണം, ലോകത്തിന്റെ മുമ്പിൽ കടപ്പാടുകൾ പഠിപ്പിച്ച പ്രവാചകർ. കേവലം പള്ളിയുടെ അകത്തളങ്ങളിൽ ആത്മീയതയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കപ്പെടുന്ന ആരാധനയുടെ മൂല്യങ്ങൾ മാത്രം പഠിപ്പിച്ച പ്രവാചകരല്ല. നിന്റെ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധിയും ദൈവത്തിനുള്ള സമർപ്പണമാണെന്ന് പഠിപ്പിച്ച പ്രവാചകർ. നിനക്കെതിരെ കടന്നു വരുന്നതായ നിന്റെ ഒരു സഹോദരനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കലും നിന്റെ ധർമ്മമാണ്, അത് ദൈവത്തിനുള്ള സമർപ്പണമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച, ജീവിത വിശുദ്ധി പഠിപ്പിച്ച ആ പ്രവാചകർ വഴിവക്കിലൂടെ കടന്നു പോകുമ്പോൾ ഉപദ്രവകരമായ ഒരു കല്ലിനെയോ ഒരു മുള്ളിനെയോ കണ്ടാൽ അത് അവിടെ നിന്നും മാറ്റി നിന്റെ പിന്നിൽ വരുന്ന നിന്റെ മനുഷ്യരായ സഹോദരങ്ങൾക്ക്, മറ്റ് സഹജീവികൾക്ക് ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യലും ദൈവത്തിന്റെ പ്രീതിയാണ് എന്ന് പഠിപ്പിച്ച പുണ്യപ്രവാചകർ. അവിടുന്ന് വിമോചനം നടപ്പിലാക്കിയ പ്രവാചകരാണ്, അവിടുന്ന് വിപ്ലവം നടപ്പിലാക്കിയ പ്രവാചകരാണ്. അവിടുത്തെയോളം ലോക ചരിത്രത്തിന്റെ ഗതിവിഗതികൾ മാറ്റി തിരിച്ചു കുറിച്ച ഒരു നായകനെ നമുക്ക് കാണാൻ പറ്റുമോ? പ്രവാചകർ ദൈവത്തിന് പൊരുത്തപ്പെട്ട സമർപ്പണ ജീവിതത്തിന്റെ സന്ദേശവുമായി മക്കയുടെ മരുമണ്ണിലേക്ക് കടന്നു വരുമ്പോൾ എന്തായിരുന്നു ഒന്ന് മക്കയുടെ അവസ്ഥ? ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്നായിരുന്നു ആ കാലഘട്ടത്തെ പരിചയപ്പെടുത്തിയിരുന്നത്. കള്ളിന്റെ കാലം, കഞ്ചാവിന്റെ കാലം, മയക്കുമരുന്നിന്റെ കാലം. ആരുടെ വീടിന്റെ അകത്തളങ്ങളിലാണോ ഏറ്റവും വീര്യമുള്ള കള്ളു സൂക്ഷിക്കപ്പെട്ടത്, ആ കള്ളിന്റെ പഴക്കം നോക്കി കുടുംബമഹിമ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ അവർക്കിടയിൽ മദ്യവിമോചനത്തിന്റെ വർധനത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന് പ്രവാചകൻ അവരുടെ മുന്നിൽ പരിപൂർണ മദ്യവിമോചനത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തുകയാ. ഇദാ മിത്തു ഫദ്ഫിനി ഇലാ ജംബിക റുമതി തുറവി ഇലാമി മിൻ ബഅദി മൗതി ഉറുഖഹാ വലാ തദ്ഫനി ഫിൽ ഫലാതി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദുഖഹാ. മക്കാമണലത്തിലെ മനുഷ്യരുടെ മനസ്സെന്തായിരുന്നു? മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് മരണക്കെട്ടിൽ മാനത്ത് നോക്കി മടന്നു കിടക്കുന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ട മാനസ മക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് മരണവഴി കൊടുക്കുന്ന മക്കളെ, ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ മയ്യത്തിനെ മറമാടുന്നതിന് വേണ്ടി നിങ്ങൾ
ഞങ്ങളുടെ മാറിടത്തിൽ ചുമന്ന് മണ്ണറയിലേക്ക് കൊണ്ടുപോയി വളർത്തി കിടത്തി ഞങ്ങളുടെ മാറിടത്തേക്ക് മണ്ണ് വാരിയിട്ട് മണ്ണറ മൂടിയിട്ട് മടങ്ങിപ്പോകുന്നതിന് മുൻപ് ആ മണ്ണറയുടെ മുന്നിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു മുന്തിരി വള്ളി നട്ടു തരുമോ? എന്തിനാണ്? ഞങ്ങളുടെ മണ്ണറയുടെ മുന്നിൽ നടപ്പെട്ടിരിക്കുന്നതായ മുന്തിരി വള്ളിയുടെ പേര് ആ മണ്ണറയ്ക്കുള്ളിലേക്ക് വളർന്നിറങ്ങിയിട്ട് മണ്ണോട് മണ്ണാകാൻ മണ്ണറയ്ക്കുള്ളിൽ കിടക്കുമ്പോഴും ആ മുന്തിരി വള്ളിയുടെ പേരിലൂടെ മദ്യത്തിന്റെ മണവും മധുരവും നുകരാൻ ഞങ്ങൾക്കൊരവസരമുണ്ടാക്കി തരുമോ മക്കളെ എന്ന് പ്രിയപ്പെട്ട മക്കളോടും മരണമൊഴിവെടുത്ത മാതാപിതാക്കൾ എന്തിനേക്കാളുമേറെ കള്ളിനെ സ്നേഹിച്ചവർ അവർക്കിടയിൽ കേവല 23 വർഷത്തെ ജീവിതകാലത്തെ പുണ്യപ്രബോധന പ്രവർത്തനം കൊണ്ട് ജീവിത വിശുദ്ധിയിലൂടെ അവരെ കൈപിടിച്ചു കൊണ്ടുവന്ന് പടച്ചതമ്പുരാനാകുന്ന സർവലോക സംരക്ഷകന്റെ വിശുദ്ധ വേദവചനങ്ങൾ അവരുടെ മുന്നിൽ പാരായണം ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായുള്ള മദ്യവിമോചനത്തിന്റെ സന്ദേശങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്ത് അവസാനം ഒരു പ്രഭാതത്തിൽ ഏറെ മനുഷ്യരെ ഇനിയെങ്കിലും ഈ കള്ളുകുടി നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ എന്ന് പുണ്യപ്രവാചകർ അവരോട് വിളിച്ചു ചോദിക്കുമ്പോൾ കയ്യിലേക്ക് കല്ലെടുത്തവർ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് വീട്ടിൽ സൂക്ഷിച്ചതായ മദ്യത്തിന്റെ വീപ്പകളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കള്ളുകുപ്പികൾ നിലത്തടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ നിർത്തിയിരിക്കുന്നു അല്ലാഹുവിന്റെ ദൂതരെ, സർവലോക സംരക്ഷകന്റെ ദൂതരെ, താങ്കൾ പഠിപ്പിച്ച ജീവിത വിശുദ്ധിയാകുന്ന പ്രത്യയ ശാസ്ത്രത്തിൻ്റെതായ ആ സന്ദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കള്ളുകുടിയിടാൻ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മദ്യവിമോചനത്തിന്റെ വക്താക്കളാകാൻ ആ കള്ളുകുടിയന്മാരെ പുണ്യപ്രവാചകർ മാറ്റിയെടുത്തു എങ്കിൽ അങ്ങനെയുള്ള വിപ്ലവത്തിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നടത്തിയ വിപ്ലവം അവിടുന്ന് മനുഷ്യർക്കിടയിലായിരുന്നു പ്രവർത്തിച്ചത്. കാരണം പ്രവാചകർക്ക് പ്രവാചകത്വ നിയോഗം നൽകപ്പെടുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഒന്ന് മുസ്ലിമുകൾ. അന്നാരാണ് മുസ്ലിമുകൾ എന്ന് പറയാനുള്ളത്? മനുഷ്യർക്കിടയിലാണ് പ്രവാചകൻ പ്രവർത്തിച്ചത്. കാരണം പ്രവാചക നിയോഗം കൊടുത്ത് ആ പ്രവാചകൻ സർവേശ്വരനായ പടച്ചവനെ പരിചയപ്പെടുത്തുമ്പോൾ ആ ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞത് പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്, മുസ്ലിമുകൾക്ക് മാത്രമുള്ള ഒരു പ്രവാചകനല്ല. എന്നെ കേൾക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ മറ്റു മതമൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളോട് നിങ്ങൾ പഠിക്കണം പ്രവാചകൻ. കാരണം പ്രവാചകർ ഞങ്ങളുടെ മാത്രം പ്രവാചകരല്ല, പ്രവാചകർ നമ്മുടെ പ്രവാചകരാണ്. എല്ലാ മനുഷ്യർക്കും ആ പ്രവാചകനിൽ അവകാശമുണ്ട്. എല്ലാവർക്കും ആ പ്രവാചകരെ പഠിക്കുവാനും അവിടുന്ന് പഠിപ്പിച്ചു തന്ന മോക്ഷത്തിന്റെ വിമോചനത്തിന്റെ മാർഗത്തെ ഏറ്റെടുക്കുവാനും അവകാശമുണ്ട്. അവിടുന്ന് സാമൂഹിക വിപ്ലവങ്ങൾ നടത്തിയ പ്രവാചകരായിരുന്നു. വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ വേലിക്കെട്ടുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ മനുഷ്യനെന്ന ഒരേ ഒരു സങ്കല്പം മാത്രമാണ് നമുക്കിടയിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച് കടന്നു വന്ന പ്രവാചകൻ. മനുഷ്യരെ നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളുടെ ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങളെ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ പല വർണ്ണങ്ങളിൽ, പല വർഗങ്ങളിൽ, പല ഗോത്രങ്ങളിൽ, പല ദേശങ്ങളിൽ, പല ഭാഷകളിൽ, പല വേഷങ്ങളിലാക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ മഹത്വമുള്ളത് നിങ്ങളുടെ സർവേശ്വരനായ തമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ്. അതല്ലാതെ മറ്റൊരു മാനദണ്ഡവും നിങ്ങളുടെ മഹത്വത്തിനില്ല. ജാതീയത തച്ചുടച്ചു കളഞ്ഞ പ്രവാചകർ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി മാലിക് ബിൻ ദീനാറും സംഘവും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി കടന്നു വന്നപ്പോൾ ഏറ്റവും വലിയ ജാതീയത നിലനിൽക്കുന്ന സമയമായിരുന്നില്ലേ? മേൽജാതിക്കാരന്റെ പല്ലക്കു ചുമന്നു വരുന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദം മുഴക്കുമ്പോൾ ആ ശബ്ദം കേട്ട് 32 അടി വാരം മാറി മാത്രം നടക്കാൻ വിധിക്കപ്പെട്ട, പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട, പൊതുക്കുളത്തിൽ കുളിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട, പാടത്തും പറമ്പത്തും പൊരുവയിലത്ത് പടിയെടുക്കുമ്പോൾ തങ്ങൾക്ക് അവകാശം
അവകാശപ്പെട്ട കൂലി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട അധസ്ഥിത ജനവിഭാഗങ്ങൾ എന്ന പേരിൽ അടിച്ചമർത്തപ്പെട്ട പുലയനും ദരിദ്രനും താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവനുമൊക്കെ മനുഷ്യരാണ് എന്ന് പരിചയപ്പെടുത്തി ഒരു വിമോചനത്തിന്റെ സന്ദേശം പ്രവാചകരുടെ സമക്ഷത്ത് നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് ദീനാറിനെയും സംഘത്തെയും അന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന നല്ലവരായ ഹൈന്ദവരായ മനുഷ്യർ ഏറ്റെടുക്കാൻ തയ്യാറായത് ഈ വിമോചനത്തിന്റെ സന്ദേശം കൊണ്ടാണ്. അവിടുന്ന് വിമോചനമാണ് പഠിപ്പിച്ചത്. ആണാകട്ടെ പെണ്ണാകട്ടെ ദൈവസമർപ്പണം നടത്തുന്നവർക്കാണ് സ്ഥാനമാനങ്ങളുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ ആദ്യത്തെ രക്തസാക്ഷിയുണ്ട്. ഒരടിമയായിരുന്നു. നമ്മുടെ ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദലിത് കുടുംബത്തിൽപ്പെട്ട പെണ്ണെന്നോ ഒരു അവരുടെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീ എന്നോ പറയാം. ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന സ്ത്രീ ഒരടിമയായിരുന്നു. എന്നാൽ നാം പരിചയപ്പെടുത്തുന്ന സത്യത്തിന് വേണ്ടിയുള്ള രക്തസാക്ഷിത്വത്തിന്റെ സമർപ്പണത്തിന്റെ മാർഗത്തിൽ ഒന്നാമതായി ജീവിതം നടത്തിയ ഒരു മഹതി. ആ കറുത്ത പെണ്ണിനെ മക്കയുടെ തെരുവോരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, വസ്ത്രാക്ഷേപം നടത്തപ്പെടുമ്പോൾ, അർദ്ധനഗ്നയും പരിപൂർണ നഗ്നയുമാക്കപ്പെടുമ്പോൾ, മേലാളന്മാർ പരസ്യമായി അവരെ പീഡിപ്പിക്കുമ്പോൾ ആ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മലമ്പാതയിലൂടെ കരിങ്കല കഷണങ്ങൾക്കിടയിലൂടെ കല്ലുകൾ ചെടികൾക്കിടയിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോകുമ്പോൾ ആ ശരീരം കല്ലുകളിൽ തട്ടിയിട്ട് മുള്ളുകളിൽ തട്ടിയിട്ട് കീറുമ്പോൾ രക്തമൊഴുകുമ്പോൾ മാംസം ചിന്തിച്ചു തറുമ്പോൾ പ്രവാചകൻ അവിടെ കണ്ണീരൊഴുക്കുകയായിരുന്നു. ഒരു മനുഷ്യ സഹോദരൻ പീഡിപ്പിക്കപ്പെടുകയാണ്. അവിടെയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ആ പ്രവാചകന് പരിചയപ്പെടുത്തിയ ആ സാമൂഹിക വിപ്ലവത്തിന്റെ, ആ സാമൂഹിക വിമോചനത്തിന്റെ, മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ നാം തയ്യാറാകുന്നത്. മക്കയിലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, എത്തിയോപ്യക്കാരനായിരുന്ന ഒരു പാവപ്പെട്ട അടിമയായിരുന്ന ബിലാൽ എന്ന ഒരു കറുകറുത്ത മനുഷ്യനുണ്ടായിരുന്നു. ഉമയ്യത്ത് എന്ന സവർണ ഭീകരവാദിയുടെ ആകാശം മുട്ടനെയുള്ള കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള ഒട്ടകത്തൊടുത്തിൽ കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ട ബിലാൽ, മുടിയെല്ലാം സ്പ്രിംഗ് പോലെ ചുരുണ്ടിരിക്കുന്ന ബിലാൽ, ചുണ്ടുവിളക്കത്തടിച്ച് മലർന്നിരിക്കുന്ന ബിലാൽ, കരിമ്പാറയേക്കാൾ കറുകറുത്ത തൊലിയുള്ള ബിലാൽ, ചെയ്യുന്ന ജോലിക്ക് അർഹമായ കൂലി നിഷേധിക്കപ്പെട്ട ബിലാൽ, ഒട്ടകത്തിന് കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ള റൊട്ടിക്കഷണങ്ങൾ തിന്നുകൊണ്ട് വിശപ്പടക്കാൻ വിധിക്കപ്പെട്ട ബിലാൽ, ഒട്ടകത്തിന് കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ള കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് ദാഹമടക്കാൻ വിധിക്കപ്പെട്ട ബിലാൽ, ഒട്ടകത്തൊഴുത്തിന്റെ ഉള്ളില് ഒട്ടകത്തോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ഉണങ്ങിയ ഒട്ടകച്ചാണകത്തിൽ തലവച്ച് കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ട ബിലാൽ, അടിമയായിരുന്ന ബിലാൽ, അവർണരായിരുന്ന ബിലാൽ, സ്വാതന്ത്ര്യമെന്ന സ്വപ്നം കാണാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ബിലാൽ. എന്നാൽ ആ ബിലാൽ ഉൾപ്പെടെയുള്ള അവർണരായ മനുഷ്യമക്കളുടെ വിമോചനത്തിന്റെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തിയ പുണ്യപ്രവാചകനുണ്ടല്ലോ. അവിടുന്ന് പരിചയപ്പെടുത്തി ഇസ്ലാം എന്ന വിമോചന പ്രത്യയശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലൂടെ ആ ബിലാൽ എന്ന കറുകറുത്ത നീഗ്രോടിമ കടന്നെത്തിയത് എവിടെയാ? ഭീകരവാദികളുടെ ചാട്ടവാറടി കൊണ്ട് ശരീരം മുഴുവനും പൊട്ടിയൊഴുകയിട്ട് രക്തത്തിന്റെയും വിയർപ്പിന്റെയും ദുർഗന്ധവുമായി കടന്നു വരുന്ന കറുകറുത്ത ബിലാലിനെ കസ്തൂരിയെക്കാളും മണമുള്ളതായ തന്റെ വെളുത്തു തുടുത്ത ശരീരത്തേക്ക് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് ജാഹിലിയ്യത്തിന്റെ ജാതീയതയുടെ വേലിക്കെട്ടുകൾ മുഴുവനും തകർത്തെറിഞ്ഞ വിമോചനത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്ന മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ കഅബാലയത്തിന്റെ മുകളിൽ കയറി ഇസ്ലാമിന്റെ വിജയപേര് മുഴക്കുന്നവരാണ് ധനാഢ്യനായ അബൂബക്കറില്ലേ, പില്ലാളി വീരനായ ഉമറുൽ ഫാറൂഖില്ലേ, ഉന്നത കുലജാതനായ അലിയാരിതങ്ങളില്ലേ, സമ്പന്നനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനില്ലേ, എത്രയോ യോഗ്യതയുണ്ടെന്ന് തോന്നുന്നവർ, കുടുംബ മഹിമയുള്ളവർ, സമ്പത്തുള്ളവർ, ഉന്നത കുലജാതരൊക്കെ നിരന്നു നിൽക്കുമ്പോഴും ഒരു കാലത്ത് ഈ കഅബയുടെ ചാരത്ത് കിടന്നുകൊണ്ട് ജാതീയതയുടെ പേരിൽ ചട്ടവാറിനടിവാങ്ങിയ ആ ബിലാൽ എന്ന നീഗ്രോടിമയെ തന്റെ തോളത്ത് കയറ്റിയിട്ട് കഅബയുടെ മുകളിൽ കയറ്റി നിർത്തി
ഒരിക്കലിയടാ അടിമയായ ബിലാലേ എന്ന് വിളിച്ച മക്കക്കാരെ കൊണ്ട് സയ്യിദുനാ ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാലേ എന്ന് വിളിപ്പിച്ചതായ ലോകത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് നമ്മുടെ പ്രവാചകർ, അത് പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകർ പഠിപ്പിച്ച വിമോചന പ്രതീയ ശാസ്ത്രത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പഠിക്കണം നിങ്ങൾ ഇസ്ലാമിനെ, അറിയണം നിങ്ങൾ ഇസ്ലാമിനെ, അടുക്കണം നിങ്ങൾ ഇസ്ലാമിലേക്ക്. ആ ഇസ്ലാമിനോളം ലോകത്ത് സ്ത്രീജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സ്ത്രീജനങ്ങൾക്ക് മഹത്വവും കൊടുത്ത മറ്റേത് പ്രതീയ ശാസ്ത്രമാണ് ലോകത്തുള്ളത്? ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യവും അവകാശവുമൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ ചർച്ചയാണ്. എന്ന വേഷമാകട്ടെ, അനന്തരാവകാശങ്ങളാകട്ടെ, സ്ത്രീക്ക് കൊടുത്ത സ്ഥാനമാകട്ടെ, മൂല്യങ്ങളാകട്ടെ. എന്നാൽ അറിയണം പ്രവാചക പുങ്കവർ അവിടുത്തെ നിയോഗവുമായി കടന്നു വന്ന കാലം ഏത് കാലമാണ്? ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട കാലമാണ്. വീടിന്റെ അകത്തളങ്ങളിൽ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ മാത്രം മുഖം കറുത്തിരുന്ന പിതാക്കന്മാരുടെ കാലം. വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് മാതാവിന്റെ മാറിടത്തിരുന്ന് അമ്മിഞ്ഞു വരുന്ന പ്രിയപ്പെട്ട പിഞ്ചോമനയെ മുലപ്പാലിന്റെ മണമോ ചോരയുടെ നിറമോ മാറാത്ത കുഞ്ഞിനെ എടുത്ത് അക്കയുടെ ചുട്ടുപടുത്ത മരിമണ്ണിൽ കൊണ്ടെറിയുന്ന കഴുകന്മാർക്ക് തിന്നാൻ കൊടുത്ത, അവരെ ക്രൂരമായി കൊന്നുകളഞ്ഞ ഏറ്റവും വലിയ സ്ത്രീ പീഡകന്മാരുടെ ഒരു കാലഘട്ടത്തിൽ അവിടെയാണ് പ്രവാചകർ പെണ്ണിന്റെ മഹത്വം എന്നൊന്ന് പഠിപ്പിച്ചിട്ട് കടന്നു വന്നത്. ഒരു പെൺകുട്ടിയുടെ പിതാവെന്നാൽ അവൻ അപമാനിതനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണെന്ന് കരുതിയിരുന്ന ഒരു ലോകത്ത് അവിടുന്ന് പറഞ്ഞുവല്ല, ഒന്നല്ല രണ്ടല്ല, ആരുടെ വീട്ടിലാണോ 3 പെൺമക്കളുള്ളത്, ആരാണോ പെൺമക്കളെ വളർത്തുന്നത്, അവർക്ക് നല്ല മര്യാദകൾ പഠിപ്പിക്കുന്നത്, അവരോട് നല്ല നിലയിൽ പെരുമാറുന്നത്, അനുയോജ്യരായ വരന്മാരെ കണ്ടെത്തി അവരെ വിവാഹം കഴിച്ചയക്കുന്നത്, പെൺമക്കളെ സംരക്ഷിക്കുന്നവരാരോ ഫലഹുൽ ജന്ന, അവർക്ക് ഞാൻ സ്വർഗമാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് പഠിപ്പിച്ച, സ്ത്രീയെ ആദരിക്കുന്നവർക്കാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകർ. അങ്ങനെയല്ല, സ്ത്രീയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകർ. അൽ ജന്നതു തഹത അഖദാമിൽ ഉമ്മഹാത്ത്, ഒരു മാതാവിന്റെ ഒരു സ്ത്രീയുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗം. നിന്റെ മാതാവാകുന്ന സ്ത്രീക്ക് പാദസേവന ചെയ്തിട്ടല്ലാതെ നിനക്ക് സ്വർഗം കരഗതമാകാൻ പറ്റില്ല എന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ സ്ത്രീ വിമോചകനായ, സ്ത്രീ ശാക്തീകരണ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചത് ആ സത്യദൂതനായ പ്രവാചകന് പരിചയപ്പെടുത്തിയ ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. അവിടുന്ന് വിമോചകനായിരുന്നു, അവിടുന്ന് വിപ്ലവ നായകനായിരുന്നു, അവിടുന്ന് കാരുണ്യത്തിന്റെ തിരുദൂതരായിരുന്നു. ശത്രുക്കളോട് പോലും കരുണയുള്ളവർ, തന്നെ ഉപദ്രവിച്ചോട് പോലും കരുണയുള്ളവർ, മക്കയിൽ നിന്ന് തന്റെയും തന്റെ അനുയായികളെ മാറ്റി ഓടിച്ചവരുടെ മേൽ അധികാരം പിടിച്ചു വാങ്ങി ആ പ്രവാചകർ മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നമുക്ക് കാണാം ഒരു വിട്ടുവീഴ്ചയുടെ പ്രവാചകർ, കാരുണ്യത്തിന്റെ പ്രവാചകർ. അവിടുന്ന് പഠിപ്പിച്ചു, അയൽക്കാരോട് കരുണയുണ്ടാകണം. നിന്റെ അയൽവാസി അവർ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ ഞാൻ പരിചയപ്പെടുത്തിയ സത്യമാർഗത്തിന്റെ വക്താക്കളാവുകയില്ല. അതാണ് സമർപ്പണത്തിന്റെ ഒരു ശൈലി. അയൽവാസികളോട് നന്മയുണ്ടാകണം. അവർ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പ്രവാചകരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശിഷ്ട ഭക്ഷണം കൊണ്ടുവരപ്പെട്ടാൽ അതിലൊരു പങ്ക് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ജൂതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവിടുന്ന് അതീവ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കാരുണ്യത്തിന്റെ കേദാരമായ പ്രവാചകരെ എന്ന് മാത്രമല്ല അവിടുന്ന് കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും പ്രതീകമായിരുന്നപ്പോൾ മറ്റു ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് ശത്രുക്കളോട് കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു പോരാളിയും നേതാവുമായിരുന്നു. പ്രവാചകൻ കാരുണ്യത്തിന്റെ കേദാരമായിരുന്നു എന്ന് കരുതി
വന്നടിച്ചിട്ട്, ആർക്കും വന്ന് ഉപദ്രവിച്ചിട്ട്, വഴിവക്കിലൂടെ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു പഞ്ചപാപമായി കാണണ്ട. അവിടുന്ന് കൃത്യമായി നിലപാടെടുത്തവരായിരുന്നു. ശത്രുക്കളോട് എടുക്കേണ്ട സമയത്തിൽ കൃത്യമായി നിലപാടെടുത്ത, ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത യഥാർത്ഥ ധീരതയുടെ, ദിശനാബോധത്തിന്റെ ഒരു പ്രതീകമായിരുന്നു പ്രവാചകർ. താൻ വിശ്രമിക്കുമ്പോൾ തന്റെ ഉടവാളെടുത്തിട്ട് മുഹമ്മദ്, ആരുണ്ട് മുഹമ്മദേ ഈ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എന്ന് ചോദിച്ച ശത്രുവിന്റെ കണ്ണിലേക്ക് നോക്കി എന്റെ സർവേശ്വരനായ അല്ലാഹു ഉണ്ടടാ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ ധീരതയുടെ മുന്നിൽ, അവിടുത്തെ വാക്കിന്റെ മുമ്പിൽ പേടിച്ചു വരണ്ട് ആയുധം താഴെയിട്ട ഒരു ശത്രു, അഥവാ തന്റെ ഒരു പ്രഖ്യാപനം കൊണ്ട് ശത്രുവിനെ ഭയപ്പെടുത്തിയ ഒരു പ്രവാചകർ, അവിടുന്ന് എല്ലാ കാലത്തും ലോകത്തിന്റെ മുമ്പിൽ പിൻപറ്റാൻ യോഗ്യതയുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ആ പ്രവാചകരെ തിരിച്ചറിയണം. ആ പ്രവാചകരുടെ ജീവിതം മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകണം. ആ പുണ്യപ്രവാചകർ ദൈവിക സന്ദേശവുമായി നമ്മിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ എന്ന ദൈവഗ്രന്ഥമുണ്ട്, വേദഗ്രന്ഥമുണ്ട്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് പഠിക്കുന്നില്ല? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ കരുതരുത് ഇത് മുസ്ലിമുകൾക്ക് മാത്രം കൈവശപ്പെടുത്താനുള്ളതല്ല. നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഈ എന്നെ കണ്ടിട്ടല്ല, നാമധാരികളായ ഞങ്ങളെ കണ്ടിട്ടല്ല. ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ അഖിലമികല മേഖലകളെയും കൃത്യമായി പരിചയപ്പെടുത്തി പോകുന്ന പ്രാമാണിക ദൈവിക ഗ്രന്ഥമായ ഖുർആനെ കണ്ട് നിങ്ങൾ പഠിക്കുവിൻ. ദൈവം പൊരുത്തപ്പെട്ട മാർഗമേതെന്ന് നിങ്ങൾ തിരിച്ചറിയും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി എന്നെ അറിയാതെ, എന്നെ ആരാധിക്കാതെ, എന്നെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആ മനുഷ്യർക്ക് എന്തു പറ്റിപ്പോയി? അവരെന്താണ് ഈ ഖുർആൻ പഠിക്കാത്തവര്? ഖുർആൻ അവതരിപ്പിച്ച ആ ഖുർആനിലൂടെ തന്റെ നിയമങ്ങൾ ലോകത്തോട് പറഞ്ഞ ആ സംരക്ഷകൻ, ആ സൃഷ്ടാവാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് അവർ ഖുർആൻ പഠിക്കുന്നില്ല? ഹൃദയങ്ങൾ മുദ്രവെക്കപ്പെട്ടു പോയോ? ഞാനാകുന്ന സൃഷ്ടാവിന്റെ സന്ദേശങ്ങൾ അവർക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല? അവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? മനുഷ്യകുലത്തിന്റെ ആവശ്യമായത് മുഴുവനും അവിടെയുണ്ട്. എങ്ങനെ രാജ്യം ഭരിക്കണം, ഒരു ഭരണാധികാരി എങ്ങനെയാകണം, ഒരു ഭരണീയൻ എങ്ങനെയാകണം, ഒരു ന്യായാധിപൻ എങ്ങനെയാകണം, ഒരു സാക്ഷി എങ്ങനെയാകണം, ഒരു വാദി എങ്ങനെയാകണം, ഒരു പ്രതിവാദി എങ്ങനെയാകണം, ഒരു പിതാവ് എങ്ങനെ, ഒരു മാതാവ് എങ്ങനെ, സന്താനങ്ങൾ എങ്ങനെ, ഭാര്യ എങ്ങനെ, ഭർത്താവ് എങ്ങനെ, കച്ചവടക്കാരൻ എങ്ങനെ, വാങ്ങുന്നവൻ എങ്ങനെ, ഒരു യോദ്ധാവ് എങ്ങനെ എന്ന് വേണ്ട മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ അഖിലനികര മേഖലകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം പഠിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതെന്തേ? അറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നതെന്തേ? നിങ്ങളുടെ മുന്നിൽ ഇസ്ലാം ഒരു തുറന്ന പുസ്തകമാണ്, ഖുർആൻ ഒരു തുറന്ന പുസ്തകമാണ്, പ്രവാചകർ ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾ കടന്നു വരുവിൻ സ്നേഹത്തോടെ. ഇനി കൈകളും നീട്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്, നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരുവിൻ സഹോദരങ്ങളെ, സഹോദരിമാരെ. നിങ്ങളുടെ സൃഷ്ടാവിനെ ഒന്നറിയാൻ, നിങ്ങളുടെ പ്രവാചകരെ ഒന്നറിയാൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന ഖുർആനിനെ ഒന്നറിയാൻ. എന്താണ് നിങ്ങൾക്ക് തടസ്സമായി മാറുന്നത്? ശാസ്ത്രമേഖലകളൊന്നും കടന്നു വരാത്ത കാലമുണ്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ മദീന പള്ളി എന്ന യൂണിവേഴ്സിറ്റിയുടെ തിണ്ണയിലിരുന്നു കൊണ്ട് പ്രവാചകർ ദൈവസന്ദേശം ഓതിയിട്ട് ലോകത്തോട് പലവിധ ശാസ്ത്രമേഖലകളെയും പരിചയപ്പെടുത്തി. നാം മനസ്സിലാക്കണം, ഖുർആൻ കാലിക ഗ്രന്ഥമാണ്. അത് 6-ാം നൂറ്റാണ്ടിന് മാത്രമുള്ള ഗ്രന്ഥമല്ല. അത് 6-ാം നൂറ്റാണ്ടിന് മാത്രമുള്ള ഗ്രന്ഥമല്ല. ദൈവീക സന്ദേശങ്ങൾ വിളിച്ചോതിക്കൊണ്ട് പുണ്യപ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് ചോദിച്ചതല്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിയത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത്. എന്തുകൊണ്ടാണ് അവർ ജന്തുക്കളിലേക്ക് നോക്കാത്തത്? ജന്തുശാസ്ത്രത്തെ പഠന വിധേയമാക്കാത്തതെന്ത്? വ ഇന്നലകും ഫിൽ അൻആമി ലഇബ്റാ.
ونسقيكم مما في بطونها من بين فرث ودم لبنا خالصا سائغا للشاربين. ജന്തുക്കളിൽ നിങ്ങൾക്ക് വ്യക്തമായ പഠനങ്ങൾ നടത്തേണ്ടുന്നതുണ്ട്. ചീഞ്ഞു നാടുന്ന ചാണകത്തിന്റെയും അശുദ്ധമായ രക്തത്തിന്റെയും ഇടയിലൂടെ എങ്ങനെയാണ് നാൽക്കാലികളുടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ നിങ്ങൾക്ക് ശുദ്ധമായ പാല് നൽകപ്പെടുന്നത്? ജന്തുശാസ്ത്രം സുവോളജി പഠിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഖുർആൻ. വാനശാസ്ത്രം പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞ ഖുർആൻ. ജിയോഗ്രഫി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞ ഖുർആൻ. ജിയോളജി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞ ഖുർആൻ. അഫറൈതും മാ തുംനൂൻ. ഒരു തുള്ളി തെളിക്കുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് മനുഷ്യനെന്ന സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ കടന്നു വന്നതെങ്ങനാ? ലഖദ് ഖലഖനൽ ഇൻസാന മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പിന്നെ രക്തപിണ്ഡമായി മാറി, പിന്നെ മാംസകഷണമായി മാറി, പിന്നെ എല്ലുകൾ രൂപാന്തരപ്പെട്ട് അതിന്റെ പിന്നെ രൂപമാറ്റം സൃഷ്ടിക്കപ്പെട്ട് തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് പരിപൂർണ മനുഷ്യനെന്ന വ്യക്തിത്വത്തിലേക്ക് നീ കടന്നു വന്നതെങ്ങനെ? അതിനെ പറ്റിയിട്ട് കൃത്യമായി പഠനം നടത്തണമെന്ന് ഒരു ശാസ്ത്ര മേഖലകളും വികാസം പ്രാപിച്ചിട്ടില്ലാത്ത കാലത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദൈവിക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അഫറൈതുമുൽ മാ അല്ലദീ തശ്റബൂൻ. കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെ പറ്റിയും പഠിക്കണമെന്ന് ഖുർആൻ. അഫറൈതുമുൻ നാർ അല്ലദീ തൂറൂൻ. കത്തിയാളപ്പെടുന്ന തീരെ പറ്റി നിങ്ങൾ പഠിക്കണമെന്ന് ഖുർആൻ. ഇങ്ങനെ ഓരോ ശാസ്ത്ര മേഖലകളെയും വേർതിരിച്ച് കാണിച്ചുകൊണ്ട് കാലികമായി ലോകത്തിന്റെ മുമ്പിൽ ഇന്നും നിലനിൽക്കുന്ന അത്ഭുത ഗ്രന്ഥമായ ഖുർആൻ. ഈ ഖുർആനിലേക്കാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. ഈ ദൈവിക വിമോചന മാർഗത്തിന്റെ, ദൈവപ്രവാചകന്റെ, ദൈവഗ്രന്ഥത്തിന്റെ സന്ദേശങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി മാറാൻ അവിടെയാണ് നമുക്ക് സമാധാനം നൽകപ്പെടുന്നത്. ഇസ്ലാമിന്റെ ശാന്തി തീരത്തേക്ക് കടന്നു വന്ന പ്രതിഭകളുടെ ജീവിതം നിങ്ങൾ പഠിക്കുവിൻ. നമ്മുടെ മലയാള സാഹിത്യത്തിന്റെ മാണിക്കക്കല്ലായി പരിചയപ്പെടുത്തപ്പെട്ട മാധവിക്കുട്ടിയുണ്ടായിരുന്നു. മാധവിക്കുട്ടിയുടെ ജീവിതത്തിൽ ഇസ്ലാമിന് മുൻപും ശേഷമുള്ളത് മാത്രം നമ്മൾ പഠിക്കുവിൻ. മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ, പ്രശ്നങ്ങളുടെ ടെൻഷനെ അളക്കാനും അത് പുറത്തെത്തിക്കുവാനും ഒരു യന്ത്രമുണ്ടായിരുന്നു എങ്കിൽ ആ യന്ത്രത്തിലൂടെ എന്റെ മനസ്സിന് അനുഭവിക്കുന്ന വേദനയുടെ ശബ്ദം നിങ്ങളെ അലോസരപ്പെടുത്തുന്ന നിലയിലായി മാറുമായിരുന്നു. അത്രത്തോളം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞാൻ. അവരെഴുതിയിട്ടുള്ള പല കഥകളും നോവലുകളും നാം വായിച്ചിട്ടുണ്ട്. അതിലൊക്കെയും ഒരു ഭദ്രമായ കുടുംബത്തിന്റെ ചിത്രം നമുക്കില്ല. പലപ്പോഴും ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഇതൊക്കെയും പരിചയപ്പെടുത്തുമ്പോ ആ മാധവിക്കുട്ടി ഇസ്ലാം എന്ന സമാധാന ജീവിത മാർഗത്തെ തിരഞ്ഞെടുത്തപ്പോൾ, ദൈവത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിലൂടെ അവരനുഭവിച്ച ഒരു സുരക്ഷിതത്വമുണ്ട്. തന്റെ ശരീരവും സൗന്ദര്യവും മറയുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന് ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. ഇതൊന്ന് അനുഭവിച്ചറിയണം സഹോദരങ്ങളെ, സഹോദരിമാരെ. ഹാദിയ എന്ന മലയാളിയായ പെൺകുട്ടിയെ നമുക്കറിയാം. പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ മാധുര്യം നുകരുമ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഹാദിയ എന്ന ആ ചെറിയ ഒരു പെൺകുട്ടി, അവൾക്ക് ജീവിതം കൊടുത്ത അവളുടെ ഭർത്താവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തപ്പെട്ടു. പ്രിയപ്പെട്ട മാതാവും പിതാവും വീട്ടുതടങ്കലിൽ അവളെ കൊണ്ടിട്ടു. പോയിസൺ കൊടുത്ത് അവളുടെ മാനസിക നില തെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ, മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ശ്രമങ്ങൾ നടത്തപ്പെട്ടപ്പോൾ, നീതിപീഠവും തന്നെ കൈയൊഴിയുമെന്ന് തോന്നുമ്പോഴും, ഉപദ്രവങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങുമ്പോഴും തനിക്ക് സംരക്ഷണം
സംരക്ഷണം തന്നവർ പോലും ചാനൽ ചർച്ചകളിൽ ഭീകരതയുടെ പ്രതിരൂപങ്ങളായി ചിത്രീകരിക്കപ്പെടുമ്പോഴും ഹാദിയ എന്ന ആ പെൺകുട്ടി തടവറയുടെ ഉള്ളിൽ, വീട്ടുതടങ്കലിന്റെ ഉള്ളിൽ അവൾ രുചിച്ച യഥാർത്ഥ വിശ്വാസത്തിന്റെ മാധുര്യവും അറിഞ്ഞ് ആ ഏകനായ സർവേശ്വരനുമായി അവളുടെ സംഭാഷണത്തിലായി. അതിന്റെ ഫലമാണ് ലോകത്തോട് പീഡനത്തിന്റെ തടവറവാസം വെടിഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോൾ ഞാനിപ്പോഴും ഒരു വിശ്വാസിയാണെന്ന് പ്രഖ്യാപിക്കാൻ അവൾക്ക് സാധിച്ചത്. ഈ ഒരു പ്രഖ്യാപനത്തിന്റെ വിപ്ലവത്തിന്റെ തീരത്തേക്കാണ് ഈ സഹോദരങ്ങളെ, സഹോദരിമാരെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. മാൽക്കം എക്സ് തിരിച്ചറിഞ്ഞ ആ ഒരു വിമോചനത്തിന്റെ മാർഗത്തിലേക്ക് മൈക്ക് ടൈസൺ എന്ന നരാധമനായ മനുഷ്യൻ, മയക്കുമരുന്നിന് അടിമപ്പെട്ട മനുഷ്യൻ, അന്യയായ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തന്റെ കാമാസക്തി പ്രകടിപ്പിക്കാൻ പോയതിന്റെ പേരിൽ വർഷങ്ങളോളം ജയിലകത്തിന്റെ അകങ്ങളിൽ കഴിയേണ്ടി വന്ന മനുഷ്യൻ തനിക്കൊരു നല്ലവനാകണമെന്ന് തോന്നിയപ്പോൾ, തനിക്കൊരു മോചനം വേണമെന്ന് തോന്നിയപ്പോൾ ആ മൈക്ക് ടൈസൺ മരിക്കുക അബ്ദുൽ അസീസായി മാറിയത് ഈ ഇസ്ലാം എന്ന ദൈവിക വിപ്ലവ വിമോചന മാർഗത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയായിരുന്നു. ഇങ്ങനെ എത്രയോ എത്രയോ മഹത്തുക്കളുടെ ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും മുന്നിലുള്ളത്. എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങേറ്റവും അവസാനം തമിഴ്നാട്ടിലെ പ്രശസ്തനായ സിനിമാ നടൻ സിൻവരസന്റെ സഹോദരൻ ഉൾപ്പെടെ, ഇളയരാജയുടെ മകൻ ഉൾപ്പെടെ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ മോണിക്ക എന്ന തന്റെ ശരീരം ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കാൻ കൊതിച്ച ഒരു സിനിമാ നടിക്ക് തന്റെ ജീവിതത്തിൽ ഒരു മാർഗം വേണമെന്ന് തോന്നിയപ്പോൾ അവൾക്ക് മുസ്ലിമാകാൻ കഴിഞ്ഞത്, അവൾക്ക് റഹീമ എന്ന പേര് സ്വീകരിക്കാൻ കഴിഞ്ഞത്, ദൈവിക മോചന മാർഗത്തിലേക്ക് യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ മാർഗത്തിന്റെ സത്യവും സന്ദേശവും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇരു കൈകളും നീട്ടി നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം ഈ ഇസ്ലാം എന്ന പ്രത്യേക ശാസ്ത്രത്തിലേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന സത്യവാചകത്തെ അംഗീകരിച്ച് മനസ്സിലുറപ്പിച്ച് ആ യഥാർത്ഥ ദൈവത്തെ അംഗീകരിച്ച് അവനോടുള്ള നന്ദി സൂചകമായി അവൻ പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഒരു ജീവിതം സർവേശ്വരൻ നമുക്ക് കനിഞ്ഞരുളുമാറാകട്ടെ. ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞ ഈ വിശ്വാസത്തിന്റെ മാധുര്യം നിങ്ങൾക്കും പകരം നൽകി നാളെ പരലോകത്ത് അവിശ്വാസികൾക്കും ഏകനായ തമ്പുരാനെ അംഗീകരിക്കാത്തവർക്കും കാത്തിരിക്കുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് നമുക്കൊന്നിച്ച് രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ദൈവിക ഗ്രന്ഥം പരിചയപ്പെടുത്തുന്ന ചില സൂക്തങ്ങളുണ്ട്. നാളെ നരകത്തിലേക്ക് ചില ആളുകൾ ചെല്ലുമ്പോൾ അന്ന് നരകത്തിലെ മാലാകമാർ ചോദിക്കും, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങളുടെ ഏകനായ ഈ തമ്പുരാനെ പറ്റി, പ്രവാചകരെ പറ്റി, ഈ ഗ്രന്ഥത്തെ പറ്റി, പാരത്രിക ലോക വിജയത്തെ പറ്റി. അന്ന് ആ മനുഷ്യർ മറുപടി പറയും, ബല ഖദ് ജാഅനാ നദീർ, ഉണ്ടായിരുന്നു, മുന്നറിയിപ്പുകൾ പലത് നൽകപ്പെട്ടതായിരുന്നു. അന്ന് ഓർക്കും ഒരു പക്ഷേ ഇങ്ങനെയൊരു കൂട്ടായ്മയെ പറ്റി. ഈ മരം കോച്ചുന്ന തണുപ്പത്ത് മണിക്കൂറുകളോളം ഞങ്ങളുടെ ഇസ്ലാമിക സഹോദരങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ വിളിച്ചു ചേർത്തത്? അവരെന്തിനാണ് ഇതിന്റെ പിന്നിൽ പരിശ്രമിച്ചത്? ഒരു പക്ഷേ അന്ന് ഓർക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ആ പറയപ്പെട്ടതൊക്കെ കള്ളമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇവരൊക്കെ വഴിപിഴച്ചു പോയവർ, ഇവരൊക്കെ എന്തോ പറയുകയാണ് എന്നാണ് ഞങ്ങൾക്കും തോന്നിയത്. എന്നിട്ട് അന്ന് പരിതപിക്കും, ഞങ്ങളതൊക്കെ കൃത്യമായി ഒന്ന് കേട്ടിരുന്നു എങ്കിൽ, ഞങ്ങളൊന്ന് കൃത്യമായി ചിന്തിച്ചിരുന്നു എങ്കിൽ, ഞങ്ങൾ ഈ നരകത്തിന്റെ വിറകുകൊള്ളുകൾ ആകുമായിരുന്നില്ല. അതുകൊണ്ട് കേട്ടതിനേക്കാളേറെ ചിന്തിക്കേണ്ട സമയങ്ങളാണ്. ചിന്തിച്ച് അറിയുകയും അടുക്കുകയും ചെയ്യേണ്ടുന്ന സമയങ്ങളാണ്. ഈ സംഘാടകർ ഇവിടെ തന്നെ ഉണ്ടാകും. അവരുമായി ബന്ധപ്പെടാനുള്ള അഡ്രസ്സും ഫോൺ നമ്പരും നിങ്ങളുടെ മുന്നിലുണ്ട്.
നിങ്ങൾ ബന്ധപ്പെടുവിൻ. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ദൂരീകരിക്കുകയും ഏകദൈവത്തെ മനസ്സിലാക്കി ദൈവദൂതനെ പരിചയപ്പെടുത്തിയ ആ മാർഗത്തെ ഏറ്റെടുത്ത് ദൈവീക ഗ്രന്ഥത്തിൻ്റെ വക്താക്കളായി, പ്രവർത്തകരായി, പ്രബോധകരായി, യഥാർത്ഥ വിശ്വാസികളായി മാറാൻ സർവേശ്വരനായ തമ്പുരാൻ നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.